പലപ്പോഴും നാം എത്ര ശ്രമിച്ചിട്ടും മുന്നേറുവാൻ കഴിയാത്തപ്പോഴാണ് നിരാശ കടന്നു വരുന്നത്. ഒരു കാര്യം ചെയ്യണമെന്ന് വിചാരിച്ച് മുന്നിട്ടിറങ്ങിയതാ, പക്ഷെ ഇടയ്ക്ക് വെച്ച് പ്രതിസന്ധികൾ കടന്നു വരുമ്പോ ഇനി എനിക്ക് മുന്നേറുവാൻ കഴിയുകയില്ല എന്നൊരു ചിന്ത നമ്മുടെ ഹൃദയത്തിൽ കടന്നു വരുമ്പോഴാണ് പലപ്പോഴും നമ്മുടെ മനസ്സമാധാനം നഷ്ടപ്പെട്ടു പോകുന്നത്. ഇന്ന് എനിക്ക് നിങ്ങളോട് പറയുവാനുള്ളത്, ദൈവത്തോട് ചേർന്നുള്ള ഒരു യാത്രയും തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. കാരണം മനുഷ്യർക്ക് പരിമിതികളുണ്ട്, പണത്തിന് പരിമിതിയുണ്ട്, അധികാരത്തിന് പരിമിതിയുണ്ട്. എന്നാൽ അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ ദൈവം പറയുക, ഞാനുണ്ട് നിന്റെ കൂടെ എന്ന് പറഞ്ഞാൽ പിന്നെ ഭാരപ്പെടേണ്ടി വരികയില്ല. കാരണം അവൻ വാക്കു പറഞ്ഞാൽ മാറുകയില്ല, മാത്രമല്ല അത് നിവർത്തിക്കുവാൻ അവൻ ശക്തനാ. ദൈവശബ്ദം കേട്ടിറങ്ങിയതാ. മുമ്പിൽ കാണുന്ന വിഷയങ്ങൾ, പ്രതിസന്ധികൾ ആരോട് പറയും, ആരെന്നെ സഹായിക്കും എന്ന ചിന്തയാണ് നിങ്ങളെ ഭരിക്കുന്നത് എങ്കിൽ ദൈവത്തിന്റെ ആത്മാവിൽ ഞാൻ നിങ്ങളോട് വിളിച്ചു പറയട്ടെ, ഏതൊരു ഗവൺമെന്റ് തരുന്ന ഓഫറിലും വലിയ ദൈവത്തിന്റെ പ്രവൃത്തിയാ ഈ ദിവസങ്ങൾ നിങ്ങൾ കാണുവാൻ പോകുന്നത്. കാരണം നിങ്ങളെ വിളിച്ചത്, നിങ്ങളുടെ കൂടെയുള്ളത് അഖില ചരാചരങ്ങളെ ഒറ്റ വാക്കിൽ ഉളവാക്കിയ യേശുവ. യെശയ്യാ പ്രവാചകന്റെ പുസ്തകം 43 അധ്യായം 13 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും, ഇന്നും ഞാൻ അനന്യൻ തന്നെ, എന്റെ കയ്യിൽ നിന്ന് വിടുവിക്കുന്നവൻ ആരുമില്ല, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. ഹല്ലേലൂയ. പ്രിയ ദൈവമേ, നിങ്ങളുടെ കൂടെയുള്ള ദൈവത്തിന്റെ പ്രവൃത്തി തടുക്കുവാൻ ഒരു ശക്തിക്കും കഴിയുകയില്ല. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളുടെ ജീവിതത്തിൽ നടക്കുവാൻ പോകുകയാണ്. അഭിപ്രായം പറയുവാൻ ഒത്തിരി പേരുണ്ടാകാം, നിരാശപ്പെടുത്തുന്ന വാക്കുകൾ പറയുവാനും ഒത്തിരി പേരുണ്ടാകാം. അത് കേട്ട് നിരാശപ്പെട്ട് അവരോട് മറുപടി പറഞ്ഞു നിൽക്കാതെ, ഓട്ടക്കളത്തിൽ ഓടുന്ന നിങ്ങൾക്ക് ഒരു ലക്ഷ്യമുണ്ട്, അത് മറന്നു പോകരുത്. ആ ലക്ഷ്യത്തെ തകർക്കുവാൻ ശത്രുവായവൻ പല വിധത്തിൽ പല പദ്ധതികൾ ഒരുക്കും. അത് കണ്ട് നിരാശപ്പെടരുത്. വിളിച്ചവൻ വിശ്വസ്തനാ. ഈ ദിവസങ്ങളിൽ ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങൾ കാണുക തന്നെ ചെയ്യും. ദൈവത്തെ തടുക്കുവാൻ ആർക്ക് കഴിയും? ദൈവ പ്രവൃത്തിയെ തടുക്കുവാൻ ആർക്ക് കഴിയും? നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ ഇതുവരെയും കണ്ടിട്ടില്ലായിരിക്കാം, ഇതുവരെ നിങ്ങൾ കേട്ടിട്ട് പോലും ഉണ്ടാകുകയില്ല. എങ്കിലും വിശ്വസിക്കുന്നവർക്ക് വേണ്ടി പ്രവർത്തിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ നിങ്ങൾ കാണുവാൻ പോകുകയാണ്. ദൈവപ്രവൃത്തിയെ നിങ്ങൾ ലിമിറ്റ് ചെയ്യരുത്. ഇന്ന രീതിയിലേ പ്രവർത്തിക്കാവൂ എന്ന് നാം പറയരുത്. ഏതു വിധത്തിലും അവൻ പ്രവർത്തിക്കുവാൻ മതിയായവനാ. അതെ, അവൻ ജീവിക്കുന്ന ദൈവമാണ്. നമ്മുടെ കഴിവും നമ്മുടെ കഴിവുകേടും അറിഞ്ഞും നമ്മെ സ്നേഹിക്കുന്ന ഈ ജീവിക്കുന്ന ദൈവം പറയുകയാ, ഞാൻ പ്രവർത്തിക്കും, ആർ അത് തടുക്കും. വിശ്വസിക്കാൻ തയ്യാറാണോ? കുടുംബജീവിതത്തിലെ വിഷയങ്ങൾ, ആരോഗ്യത്തിലെ വിഷയങ്ങൾ, തലമുറയുടെ വിഷയങ്ങൾ, ജോലിയിലെ വിഷയങ്ങൾ, നാളെ എന്താകുമെന്ന് ആകുലപ്പെടുത്തുന്ന ഏതു വിഷയമാണെങ്കിലും എല്ലാ വിഷയത്തിന്റെ നടുവിലും ഇറങ്ങി വന്ന് പ്രവർത്തിക്കുവാൻ കഴിയുന്ന ജീവിക്കുന്ന ദൈവം നമ്മോട് കൂടെ ഉണ്ടെങ്കിൽ അവന്റെ പ്രവൃത്തി നാം കാണുക തന്നെ ചെയ്യും. എബ്രായർക്ക് എഴുതിയ ലേഖനം 13 അധ്യായം 8 വാക്യത്തിൽ നമുക്ക് പ്രകാരം കാണുവാൻ കഴിയും, യേശു ക്രിസ്തു ഇന്നലെയും ഇന്നും എന്നേക്കും അനന്യൻ തന്നെ. ദൈവത്തിന്റെ പ്രവൃത്തി കുറഞ്ഞിട്ടില്ല. ആ ദൈവം പണ്ട് പ്രവർത്തിച്ചതുപോലെ ഇന്നും പ്രവർത്തിക്കുവാൻ മതിയായവനാണ്. ദൈവത്തോട് ചേർന്ന് നടക്കുവാൻ ഈ ദിവസങ്ങളിൽ നാം നമ്മെ ഒന്ന് ഏൽപ്പിച്ചു കൊടുക്കാം. അപ്പോസ്തല പ്രവൃത്തികളിലൂടെ നാം കടന്നു പോകുമ്പോൾ സാധാരണക്കാരായ മനുഷ്യരിലൂടെ അസാധാരണമായ വീര്യപ്രവൃത്തികൾ ദൈവം ചെയ്തെടുക്കുന്നത് നമുക്ക് കാണുവാൻ കഴിയും. കാരണം എന്താണെന്നറിയാമോ? യേശുവിനെ കണ്ണുമടച്ച് വിശ്വസിക്കുവാൻ അവർ തയ്യാറായിരുന്നു. യേശു പറഞ്ഞത് കണ്ണുമടച്ച് ചെയ്യുവാൻ അവർ തയ്യാറായിരുന്നു. അവർ സാഹചര്യങ്ങളെ നോക്കിയില്ല, മുമ്പും പുറകും നോക്കിയില്ല, വരും വരായികകളെ കുറിച്ച് ആരാഞ്ഞറിഞ്ഞില്ല. ഒരേ ഒരു ഫോക്കസ് മാത്രം, യേശുവിന് വേണ്ടി ഞാൻ നിൽക്കും, യേശു പറഞ്ഞത് ചെയ്യുവാൻ ഞാൻ തയ്യാറാ. പ്രിയ ദൈവമേ, അപ്രകാരം നാം തയ്യാറാണെങ്കിൽ നമ്മിലൂടെയും ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണുക തന്നെ ചെയ്യും. അതെ, വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ ദൈവത്തിന്റെ പ്രവൃത്തി ദേശം കാണുവാൻ പോകുകയാണ്. ഇതുവരെ മതി, ഇത്രയും മതി, എന്തിനാ ഇതിൽ കൂടുതൽ, ഇതൊക്കെ പോരെ എന്നെല്ലാം പറയുവാനും ചോദിക്കുവാനും ഒത്തിരി പേരുണ്ടാകും. പക്ഷെ വിളിച്ചത് ദൈവമാകട്ടോ. അവന്റെ ഭണ്ഡാരത്തിൽ ഒന്നിനും കുറവില്ലാത്തത് കൊണ്ട് തന്നെ ഈ ദിവസങ്ങളിൽ ദൈവിക സമൃദ്ധി നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. അത് ആത്മീക മേഖലകളിലും ഭൗതിക മേഖലകളിലും ആരോഗ്യ മേഖലകളിലും ദൈവത്തിന്റെ സമൃദ്ധിയുടെ ദിവസങ്ങൾ മാറാൻ പോകുകയാണ്. യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളുടെ കുടുംബം ഒരു സ്വർഗമായി മാറും. വിശ്വസിക്കാമോ? ഈ ദിവസങ്ങളിൽ നടക്കാൻ പോകുകയാണ്. ആർക്കും തടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി, പ്രിയ മാതാവേ, പ്രിയ പിതാവേ, പ്രിയ ദൈവദാസനെ, നിങ്ങളിലൂടെ ദൈവം ചെയ്തെടുക്കുവാൻ പോകുകയാണ്. ഇന്ന് നിങ്ങളുടെ സാഹചര്യങ്ങളെല്ലാം പ്രതികൂലമാകാം, ഒരു പൈസയും കയ്യിലും ഉണ്ടാകുകയില്ല. എന്നിരുന്നാലും ദൈവവചനം പറയുന്നത് ഇതൊന്നും ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ നടക്കുവാൻ തടസ്സമാകുകയില്ല. കാരണം വെള്ളിയും പൊന്നും എനിക്കില്ല, എനിക്കുള്ളത് നിനക്ക് തരുന്നു എന്ന് പത്രോസ് പറയുമ്പോ വെള്ളിയും പൊന്നുമില്ലാത്തൊരവസ്ഥ പത്രോസിലൂടെ
ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുവാൻ തടസ്സമായിരുന്നില്ല എന്ന് നാം മനസ്സിലാക്കേണ്ടത് ആവശ്യമാണ്. അതെ, ദൈവം ആഗ്രഹിക്കുന്നത് നിങ്ങളിലുള്ള ദൈവപ്രവൃത്തി ഒരു ബാരിയർ കൊണ്ടും ഒരു ശക്തിക്കും തടുക്കുവാൻ കഴിയുകയില്ല. വിശ്വസ്തയോടെ യേശുവിന് വേണ്ടി നിൽക്കുവാൻ തയ്യാറാണെങ്കിൽ ഈ ദിവസങ്ങളിൽ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി നിങ്ങളിലൂടെ വെളിപ്പെടുമെന്ന് ഞാൻ വിളിച്ചു പറയട്ടെ. പലപ്പോഴും സാഹചര്യങ്ങളെ നോക്കി ഭയത്തോടെ ആയിരിക്കുന്നെങ്കിൽ പ്രിയ ദൈവവൈതലേ, നിങ്ങൾ വിചാരിക്കാതെ ഇതിൽ നിന്ന് നിങ്ങൾക്ക് പുറത്തു വരുവാൻ കഴിയുകയില്ല. ജന്മനാ ഉള്ളതല്ലേ, ഒരു സാധ്യതയുമില്ല എന്ന് പറഞ്ഞ് പത്രോസിന് ഒരുപക്ഷെ മാറി നിൽക്കാമായിരുന്ന സാഹചര്യത്തിൽ അമ്മയുടെ ഗർഭം മുതൽ മുടന്തനായ ഒരുവനെ നോക്കി അവന്റെ കരത്തിൽ പിടിച്ച് യേശുവിന്റെ നാമത്തിൽ എഴുന്നേക്കാൻ പറയാനുള്ള ധൈര്യം പത്രോസ് കാണിച്ചപ്പോഴാ ദൈവത്തിന്റെ പ്രവൃത്തിയോടെ വെളിപ്പെട്ടത്. ധൈര്യത്തോടെ ദൈവം ഏൽപ്പിക്കുന്ന കാര്യങ്ങൾ ചെയ്യുവാൻ നിങ്ങൾ തയ്യാറാണെങ്കിൽ നിങ്ങളിലൂടെ ജീവിക്കുന്ന ദൈവത്തിന്റെ പ്രവൃത്തി വെളിപ്പെടുമെന്ന ദൈവവചനം നമ്മെ ഓർമ്മിപ്പിക്കുന്നത്. സാഹചര്യങ്ങളെ നോക്കി, ആളുകളെ നോക്കി, പൊസിഷനെ നോക്കി പലപ്പോഴും ദൈവിക പദ്ധതികളിൽ നിന്ന് നാം തന്നെ നമ്മെ മാറ്റി നിർത്തുകയാണ്. ഇവിടെയൊന്നും നാം നമ്മെ ഉയർത്തുകയല്ല, മറിച്ച് ഉയർത്തെഴുന്നേറ്റ യേശുവിനെ ഉയർത്തുവാൻ നാം തയ്യാറാകുമ്പോ ദൈവത്തിന്റെ മഹത്വം അവൻ വെളിപ്പെടുത്തുക തന്നെ ചെയ്യും. ഇന്ന് പ്രതിസന്ധി കണ്ട് തളരരുത്, പ്രശ്നങ്ങളെ കണ്ട് ഭാരപ്പെട്ട് വീട്ടിലിരിക്കരുത്. യേശുവിന്റെ നാമത്തിൽ ഒരു സ്റ്റെപ്പ് നിങ്ങൾ മുന്നോട്ട് വെക്കുവാൻ തയ്യാറാണെങ്കിൽ അടുത്ത സ്റ്റെപ്പിൽ കരം പിടിച്ച ദൈവത്തിന്റെ സാന്നിധ്യം നിങ്ങൾ അനുഭവിക്കുവാൻ പോകുകയാണ്. പ്രിയ ദൈവവേദലേ, ഭാരപ്പെടരുത്, ജീവിക്കുന്ന ദൈവമുണ്ട് കൂടെ. ഞാൻ നിങ്ങൾക്ക് വേണ്ടി പ്രാർത്ഥിക്കുവാൻ ആഗ്രഹിക്കുന്നു. കണ്ണുകളെ അടയ്ക്കാം, പ്രാർത്ഥിക്കാം. മഹാപരിശുദ്ധനായ ഞങ്ങളുടെ സ്വർഗീയ പിതാവേ, എന്നോടൊപ്പം ചേർന്ന് പ്രാർത്ഥിക്കുന്ന ഈ ജനത്തെ അങ്ങയുടെ തൃക്കരങ്ങൾ തരുന്നു. ഭാരത്തിൽ പ്രയാസത്തിൽ ആയിരിക്കുന്ന ദൈവജനത്തെ ആശ്വസിപ്പിക്കുന്ന ദൈവത്തിന്റെ കരം ഈ ദിവസങ്ങളിൽ വെളിപ്പെടട്ടെ. ദൈവിക പ്രൊവിഷൻ ദൈവജനം അനുഭവിക്കട്ടെ. അനുഗ്രഹിച്ചു പ്രാർത്ഥിക്കുന്നു. അനുഗ്രഹമാകട്ടെ. സകല മനോമഹത്വം അങ്ങേക്ക്, സകല നസ്രായനായ യേശു ക്രിസ്തുവിന്റെ നിസ്തുല്യ നാമത്തിൽ തന്നെ ആമേൻ. പ്രിയ ദൈവവേദലേ, ആർക്കും തടുക്കുവാൻ കഴിയാത്ത രീതിയിലുള്ള ദൈവത്തിന്റെ പ്രവൃത്തി യേശുവിൽ വിശ്വസിക്കുന്ന നിങ്ങളിലൂടെ ദേശം കാണുവാൻ പോകുകയാണ്. ധൈര്യമായിരിക്കണം, ഭാരപ്പെടരുത്, യേശു ഉണ്ട് കൂടെ. ഈ ചെറു സന്ദേശം നിങ്ങൾക്ക് അനുഗ്രഹമായെങ്കിൽ തീർച്ചയായും ഞങ്ങളെ അറിയിക്കണം. അനേകർക്ക് അനുഗ്രഹമാകേണ്ടതിന് സ്നേഹിതർക്ക് ഷെയർ ചെയ്യുക, ഫോർവേഡ് ചെയ്യുക. ഇതുവരെയായിട്ടും ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ല എങ്കിൽ തീർച്ചയായും സബ്സ്ക്രൈബ് ചെയ്യുക. ദൈവം അനുവദിച്ചാൽ അടുത്ത ദിവസം നമുക്ക് വീണ്ടും കാണാം. സ്റ്റേ ബ്ലെസ്ഡ്.